അല്ല, കസ്റ്റഡി കാലാവധിക്ക് ഉള്ളിൽ അവർ വിചാരിച്ച മാതിരിയുള്ള അന്വേഷിഗേഷന്റെ പുരോഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് വീണ്ടും കസ്റ്റഡി നീട്ടി ചോദിക്കാം. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് കസ്റ്റഡി ഏത് സമയത്തും ചോദിക്കാം. അതായത് 15 ദിവസത്തിനുള്ളിൽ വേണമെന്നൊന്നുമില്ല. 2, 3, 5, 6 മാസത്തിന് ശേഷം കസ്റ്റഡി ചോദിച്ചു കഴിഞ്ഞാൽ ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് കസ്റ്റഡി കിട്ടും. അപ്പൊ അതുകൊണ്ട് അന്വേഷണം തുടർന്നുകൊണ്ട് പോകാൻ അപങ്കുരം തുടരുന്നതിന് പോലീസിന്റെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എത്ര കഠിന ഹൃദയനായാലും ശരി, എത്ര റിലക്റ്റന്റ്, അതായത് സംസാരിക്കാനും കാര്യങ്ങൾ പുറത്തേക്ക് തുറന്നു പറയാനും മടിയുള്ള ആളായാലും ശരി, അവരെ ഓരോരുത്തരെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ചൊക്കെ ഒരു സയൻസ്, നമുക്ക് ക്രിമിനോളജി സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പോലീസിനുണ്ട്. അവരെ ഏത് രീതിയിലാണ് ചോദ്യം ചെയ്യേണ്ടതെന്നും വ്യത്യസ്ത മാർഗങ്ങളുണ്ട്, അതനുസരിച്ച് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ ആധുനിക സംവിധാനം വെച്ച് അദ്ദേഹത്തിന്റെ ഈ 2 ഏക്കർ സ്ഥലത്ത് ഏതെങ്കിലും രീതിയിൽ ശരീരാവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളത്, അതുപോലെ തന്നെ അവിടെ പരിശോധിക്കുന്നതിന് വേണ്ടി ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ആധുനിക ഉപകരണങ്ങളുണ്ട്. അത് എല്ലുകളുണ്ടോ, മനുഷ്യ അവയവങ്ങളുണ്ടോ, നമ്മള് ശിരോബ്രഹ്മാറ്റ കേസുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഈ ഇതുകൊണ്ട് പരിശോധിച്ച് ഇവിടെ ബോഡി പാർട്സിന്റെ സെൻസറിങ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് പോലീസിനെ സംബന്ധിച്ചോളം ആ പറമ്പ് മുഴുവൻ പിന്നെ കാടും പടലും വെട്ടി വൃത്തിയാക്കിയതിനു ശേഷം ഇതേമാതിരി മെഷീൻ കൊണ്ട് പരിശോധിക്കുകയും റഡാർ പരിശോധനകളൊക്കെ വളരെ നമുക്കൊക്കെ അതിന്റെ യന്ത്രങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പൊ അവരുടെ സഹായത്തോടുകൂടി നോക്കി എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥലമൊക്കെ കുഴിച്ചെടുക്കുക. എടുത്തതിന് ശേഷം ഇത് മരിച്ച ആളിൻ്റെതാണോ എന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് കണ്ടുപിടിച്ചതിന് ശേഷം ആളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് ഈ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനുള്ള നടപടികൾ ത്വരിതമായിട്ട് നടക്കുന്നതോടൊപ്പം തന്നെ ഇയാളെ കൂടുതൽ കർശനമായി ചോദ്യം ചെയ്യുന്നതാണ്. അതായത് ഞങ്ങൾ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥ അന്വേഷണത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ ക്ലാസ് പഠിച്ചതും പഠിപ്പിക്കുന്നതും എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് വാർ ഓഫ് മൈൻഡ്. 2 ആളുകളുടെ മനസ്സ് തമ്മിലുള്ള ഇതാണ്, യുദ്ധമാണിത്. അതിൽ ആര് ജയിക്കും തോക്കുമെന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് ജയിച്ചേ പറ്റൂ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു വാശി ഉണ്ടാവണം. മറ്റവൻ എന്തായാലും ശരി ഞാൻ ജയിച്ചിരിക്കും എന്നുള്ള മനസ്ഥിതിയാണ്. അപ്പൊ അതുകൊണ്ട് അയാളെ നമ്മൾ ഹാമറിംഗ് ദ ബ്രെയിൻ എന്നൊക്കെ പറയും. നമ്മൾ അതിന്റെ മസ്തിഷ്കത്തിനെ നമ്മൾ ചോദ്യം ചെയ്ത് ചോദ്യശരങ്ങളെ കൊണ്ട് അയാൾ ഉത്തരം മുട്ടിക്കുന്ന രീതി പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മസ്തിഷ്കം എന്ന് പറഞ്ഞാല് ഒരു കള്ളം പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തും. അദ്ദേഹം മാനസികമായി ശാരീരികമായി ക്ഷീണിച്ചിട്ട്. അപ്പൊ അതേമാതിരി ഉദ്യോഗസ്ഥന്മാര് വളരെ വിദഗ്ധരായ ഇൻട്രോഗേറ്റേഴ്സ് ഉണ്ട്. അവരെ കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിച്ചതിന് ശേഷം ദിവസങ്ങളോളം രാപകലില്ലാതെ ചോദ്യം ചെയ്യുക. അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ച് അയാളെ ബ്രേക്ക് ചെയ്യുന്നതിന് പോലീസിന് സാധിക്കേണ്ടതാണ്. പക്ഷെ എന്തായാലും പോലീസിന്റെ മുമ്പിൽ ഒരുപാട് സമയം, ഈ പണ്ടത്തെ മാതിരിയല്ല നിയമം ഇപ്പം കുറച്ചും കൂടെ സുതാര്യമാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമാണ്. അതിനൊപ്പം തന്നെ ആധുനികമായിട്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇതേമാതിരി ബോഡി ഉണ്ടോ അത് കണ്ടുപിടിക്കാനൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം വളരെ ത്വരിതമായി ഇപ്പൊ കൂടുതൽ ആളുകളൊക്കെ ഈ ടീമിലുണ്ട്. അത് കുറച്ചും കൂടെ വിപുലീകരിച്ചതിന് ശേഷം അതിന്റെ DNA പരിശോധന ഒക്കെ ചെയ്യാൻ പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അത് ചെയ്തതിന് ശേഷം പെട്ടെന്ന് പരിശോധിച്ച് പോലീസിന് റിസർച്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് പോലീസ് അതൊരു യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എന്റെ അഭിപ്രായം. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ പ്രതി അന്വേഷണവുമായി സഹകരിക്കാത്ത ഈ ഒരു സാഹചര്യങ്ങളിൽ, ഇത്തരം സാഹചര്യങ്ങളിലാണോ ഈ നുണപരിശോധനയുമായി മുന്നോട്ട് പോകുന്നത്? അത് ആ ഒരു നുണപരിശോധനയുടെ ഒരു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ഒരു കേസിലും അത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമോ? നുണപരിശോധന പോലീസിന് പറയാം. പക്ഷെ ഇയാളുടെ അനുവാദം വേണമെന്ന് കുറെ ഞാൻ പറയുന്നത് ഒരു ന്യായരഹിതമായ അല്ലെങ്കിൽ ഒരു സാധാരണ അന്വേഷണ നീതിക്ക് നിരക്കാത്ത മാതിരി സുപ്രീം കോടതി വരെ ഓർഡറൊക്കെ ഇറക്കിയിട്ടുണ്ട്. അയാളുടെ അനുവാദം വേണം, അല്ലെങ്കിൽ അയാളെ ഇത് പരിശോധിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എന്തിനാണ് ഈ ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നത്? ശാസ്ത്രം പുരോഗമിച്ചതിന് ശേഷം ഇതെങ്ങനെ ഇയാളുടെ സ്വാതന്ത്ര്യമാവും? ഒരു ക്രിമിനൽ കുറ്റവാളികളെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടായില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചോദ്യം ചെയ്തുകൂടാന്നുള്ളൊരു ചോദ്യം സുപ്രീം കോടതി ചോദിക്കുന്നില്ലാരും. അതിയുടെ ഒരു കേസിൽ ഏതോ ഒരു ജഡ്ജിന് അങ്ങനെ തോന്നി അത് എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ മറ പിടിച്ചതിന് ശേഷം അദ്ദേഹം സമ്മതിച്ചാലല്ലേ, ഈ കുറ്റവാളി അല്ലെ കുറ്റാരോപിതൻ സമ്മതിച്ചാൽ മാത്രമേ
പിന്നെ ഇദ്ദേഹത്തിനെ നുണപരിശോധന നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമല്ല. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഏകദേശം സാഹചര്യം കൊണ്ട് നമ്മൾ എല്ലാവരും സംശയിക്കുന്നു. അദ്ദേഹത്തിന്റെ സംശയത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാനെങ്കിലും ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ പോലീസിനെ സമീപിച്ചുകൂടെ? അദ്ദേഹത്തിനെ കുറ്റവാളിയാക്കാനല്ല, അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം ആരോപണങ്ങൾ സത്യവിരുദ്ധമാണ് എന്ന് തെളിയിക്കാനും ഈ നുണപരിശോധന ആവശ്യമല്ലേ? അപ്പൊ അതുകൊണ്ട് ഏത് രീതിയിലും കുറ്റം തെളിയിക്കപ്പെടാനും അതിന് പരിശോധന, അദ്ദേഹം നിരപരാധിയാണെന്ന് നമുക്ക് എല്ലാവരെയും ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തുന്നതിനും നുണപരിശോധന എന്തായാലും ശരി, അത് അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി ചെയ്യണം എന്ന് പറയുമ്പം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്ത ഒരു കോടതി ഉത്തരവാണ്. അതെന്തായാലും മാറ്റപ്പെടേണ്ട ഒരു പുതിയ സാഹചര്യം ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പം ഉണ്ടാകുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.